ഹലോ ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. അപ്പോൾ ഇന്നൊരു അടിപൊളി പപ്സിൻ്റെ റെസിപ്പി ആയിട്ടാണ് കേട്ടോ വന്നേക്കുന്നത്. അപ്പോൾ നമുക്ക് ഓവനൊന്നും ഇല്ലാതെ നല്ല അടിപൊളി ക്രിപ്സി ആൻഡ് സോഫ്റ്റ് ആയിട്ടുള്ള പപ്സ് എങ്ങനെ തയ്യാറാക്കും നോക്കാം. അപ്പം ഞാൻ അതിനു വേണ്ടി ഒരു ബൗളിലേക്ക് ഏകദേശം ഒരു 200 ml ബൗളിൽ ഞാൻ ഒരു കപ്പ് മൈദ പൊടിയാണ് എടുത്തിരിക്കുന്നത്. അതിലേക്ക് 1 ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്ത് കൊടുത്ത് ആവശ്യത്തിന് ഉപ്പും കൂടി ഇട്ടിട്ട് നല്ലപോലെ ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം കേട്ടോ. ഇങ്ങനെ നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തതിന് ശേഷം ഇളം ചൂടുള്ള വെള്ളം ഒഴിച്ച് വേണം നമുക്കിത് കുഴച്ച് നമ്മുടെ ഈ ചപ്പാത്തിയുടെയൊക്കെ ആ ഒരു കണക്കിന് കുഴച്ച് നമുക്ക് നല്ലപോലെ കുഴച്ച് നല്ല സോഫ്റ്റ് ആയിട്ട് എടുക്കണം കേട്ടോ. നല്ലപോലെ കുഴച്ച് ഉരുട്ടി എടുത്തതിന് ശേഷം ഇതിലേക്ക് കുറച്ചും കൂടി ഒരു 1/2 ടീസ്പൂണോളം നെയ്യും കൂടെ ചേർത്തിട്ട് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്ത് ഇത് നല്ലൊരു ബോളാക്കി ഉരുട്ടി നമുക്ക് ഒരു മണിക്കൂറോളം നമുക്കിതൊന്ന് മാറ്റി വെക്കണം കേട്ടോ. അപ്പോൾ നല്ലപോലെ ഉരുട്ടി എടുത്തിട്ടുണ്ട്. ഇത് റെസ്റ്റ് ചെയ്യുന്ന സമയം കൊണ്ട് നമുക്കിതിന് വേണ്ട മസാലകൾ തയ്യാറാക്കി എടുക്കാം കേട്ടോ. അപ്പോൾ അതിനു വേണ്ടി ഒരു പാൻ വെച്ചിട്ട് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കുക. പിന്നെ ഇതിലേക്ക് ചേർക്കേണ്ടത് ചെറുതായിട്ട് അരിഞ്ഞല്ല ചതച്ച് വെച്ചിരിക്കുന്ന ഇഞ്ചി വെളുത്തുള്ളിയാണ് കേട്ടോ. അപ്പോൾ അതൊന്നിട്ട് നല്ലപോലെ ഒന്ന് മൂപ്പിച്ചതിന് ശേഷം മാത്രം നമുക്കിതിലേക്ക് സവാള ഇട്ട് കൊടുക്കണം കേട്ടോ. അപ്പം ഞാൻ ഇതിനകത്ത് സവോളയും ഒരു 2 പച്ചമുളകും കുറച്ച് കരിയാപ്പിലയും കൂടെ ഞുള്ളി ഇട്ടിരിക്കുന്നതാണ് കേട്ടോ. അപ്പോൾ വെളുത്തുള്ളി ഇഞ്ചിയും കൂടി ഇത്രയും മൂത്തിലേലും കുഴപ്പമൊന്നുമില്ല. ഇതൊരു പൊടിക്ക് മുന്നോട്ട് കയറി പോയിട്ടുണ്ട്. അപ്പം അത്രയും മൂപ്പിക്കേണ്ട ആവശ്യമില്ല. ബാക്കി ഇൻഗ്രീഡിയൻസ് കൂടെ നമുക്ക് ഇട്ടിട്ട് നല്ലപോലെ ഒന്ന് വഴറ്റിയെടുക്കണം കേട്ടോ. ഒരല്പം ഉപ്പും കൂടെ ഇട്ടിട്ട് നമുക്കിതൊന്ന് മൂടി വെക്കുമ്പോഴത്തേനും നല്ല രീതിയിൽ തന്നെ സെറ്റായി കിട്ടും. എന്നിട്ട് നമുക്ക് നല്ലപോലെ ഇടയ്ക്കൊന്ന് ഇളക്കി കൊടുത്താൽ മതി കേട്ടോ. ഇതാ കണ്ടില്ലേ, നല്ലപോലെ ഒന്ന് വഴണ്ട് വന്നിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇത് ഇനിയും വഴറ്റിയെടുക്കാൻ പറ്റും. പക്ഷെ നമുക്ക് ഒത്തിരി ഇത് പപ്സിനാവുമ്പോൾ നമുക്കറിയാലോ ഉള്ളിയൊക്കെ ഓരോ പീസായിട്ട് കിടക്കുന്നതല്ലേ നമ്മൾ കാണുന്നത്. അപ്പോൾ ഒത്തിരി വഴറ്റി കുഴച്ചെടുക്കേണ്ട ആവശ്യമില്ല ഇതിന്. അപ്പോൾ നമുക്ക് ഇങ്ങനെ ഒന്ന് സവോള കടിക്കാനായിട്ടൊക്കെ കിട്ടുന്നത് നല്ലതാണ് കേട്ടോ. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് ചേർക്കുന്നത് ഒരു 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, ഒരു 1/2 ടീസ്പൂൺ കുരുമുളക് പൊടി, പിന്നെ ഏകദേശം 1 ടീസ്പൂണിനടുത്തോളം നമ്മൾ മുളക് പൊടി ചേർക്കുന്നുണ്ട്. പിന്നെ നമ്മൾ ചേർക്കുന്നത് ഗരം മസാലയാണ് കേട്ടോ. അതൊരു 1/2 ടീസ്പൂണോളം ചേർക്കുന്നുണ്ട്. അപ്പോൾ വേറെ പൊടികളൊന്നും ഇതിനകത്ത് ചേർക്കുന്നില്ല, ഇത്രയും തന്നെ മതി. ഇത് നല്ലപോലെ ഒന്ന് മിക്സ് ചെയ്തിട്ട് നല്ലപോലെ ഇതിൻ്റെ ആ ഒരു പച്ച മണം ഒന്ന് മാറുന്നത് വരെ ഇത് നമ്മൾ ഒന്ന് ഇളക്കി കൊടുക്കണം കേട്ടോ. തീ ലോ ഫ്ലെയിമിൽ വെക്കണം, ഇല്ലാന്നുണ്ടെങ്കിൽ ഇത് കരിഞ്ഞു പോകും കേട്ടോ പെട്ടെന്ന് ഈ മസാലകളെല്ലാം. അപ്പോൾ അതുകൊണ്ട് ലോ ഫ്ലെയിമിൽ വെച്ചിട്ട് വേണം ഇത് ഈ സമയത്ത് ഇളക്കി കൊടുക്കാനായിട്ട് കേട്ടോ. അപ്പം ഞാൻ അതിൻ്റെ ഇടയ്ക്ക് മുട്ട പുഴുങ്ങാൻ വെച്ചിട്ടുണ്ടായിരുന്നു. 2 മുട്ട എടുത്തിട്ടുള്ളൂ കേട്ടോ. ഞാനും അച്ചാച്ചനും വലിയ ഉള്ളൂ. അപ്പം 2 മുട്ടയാണ് എടുത്തിരിക്കുന്നത്. ഇതാ കണ്ടില്ലേ, നല്ലപോലെ ഇത് പൊളിഞ്ഞ് വരുന്നുണ്ട് കേട്ടോ. അപ്പോൾ ഒരു ഇച്ചിരി ഉപ്പും കൂടെ ഒക്കെ ഇട്ടിട്ട് നമ്മൾ മുട്ട പുഴുങ്ങി എടുക്കുകയാണെങ്കിൽ നമുക്ക് നല്ല സിമ്പിളായിട്ട് ഇത് മുട്ടയുടെ തോട് ഇളക്കിയെടുക്കാനായിട്ട് പറ്റും കേട്ടോ. കണ്ടില്ലേ, നമ്മൾ ഏകദേശം അത്രയും പരിപാടി എല്ലാം കഴിഞ്ഞ് വന്നപ്പോഴത്തേന് ഏകദേശം 1 മണിക്കൂറത്തേക്ക് നമ്മുടെ ഡോ നല്ല സോഫ്റ്റ് ആയിട്ടിരിക്കുന്നുണ്ടോ. അപ്പം ഇനി നമുക്ക് ഇതിനെ നമ്മൾ ചപ്പാത്തിക്കൊക്കെ ഉരുട്ടിയെടുക്കുന്ന പോലെ എത്ര പീസ് വെച്ച് നമുക്ക് കിട്ടും അത്രയും പീസായിട്ട് നമുക്ക് ചെറിയ ചെറിയ ബോൾസ് ആയിട്ട് ഉരുട്ടിയെടുക്കാം കേട്ടോ. അപ്പോൾ എനിക്കൊരു മീഡിയം സൈസിൽ 4 ബോളാണ് അതിനകത്ത് കിട്ടിയിരിക്കുന്നത് കേട്ടോ. ഇനി നമ്മളൊരു പലക വെച്ചിട്ട് ആ നമ്മുടെ ചപ്പാത്തി പലകയാണെങ്കിലും കുഴപ്പമില്ല. ഇവിടെ ഇപ്പോൾ എനിക്ക് ചപ്പാത്തി പലക ഇല്ലാത്തതുകൊണ്ട് ഞാൻ കട്ടിംഗ് ബോർഡാണ് എടുത്തിരിക്കുന്നത്. അപ്പോൾ അതിലേക്ക് നമ്മൾ ആദ്യം കുറച്ച് മൈദമാവ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് നമ്മുടെ നമ്മൾ ഉരുട്ടി വെച്ചിരിക്കുന്ന നമ്മുടെ മാവ് വെച്ചിട്ട് നമ്മൾ ചപ്പാത്തിക്കൊക്കെ പരത്തുന്ന പോലെ തന്നെ നന്നായിട്ട് പരത്തിയെടുക്കുക കേട്ടോ. അത് ഒരുപാടങ്ങ് വലിപ്പത്തിൽ പരത്തണ്ട, എന്നാൽ തീരെ കനം കുറച്ചിട്ടല്ല, ചപ്പാത്തിയുടെ അത്രയും വേണ്ട എന്നാൽ പൂരിയുടെ അത്രയും അല്ലാത്ത രീതിയിൽ ഒരു മീഡിയം സൈസിൽ നമ്മളിതൊന്ന് പരത്തിയെടുക്കണം കേട്ടോ. അങ്ങനെ 4 നമുക്ക് പരത്തിയെടുക്കണം. അപ്പോൾ പൊടി വേണമെന്നുണ്ടെങ്കിൽ ഇട്ടിട്ട് കൊടുക്കാം കേട്ടോ. അല്ലെങ്കിൽ ചിലപ്പോൾ മൈദയാണ്ട് ചിലപ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും വലിഞ്ഞു പോകാനുള്ള സാധ്യതയുണ്ട്. അപ്പോൾ വേണമെങ്കിൽ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നമുക്ക് കുറച്ച് പൊടികൾ ഇട്ട് കൊടുത്ത് വേണം നമുക്കിതൊന്ന് പരത്തിയെടുക്കാനായിട്ട് കേട്ടോ. അങ്ങനെ ഞാൻ എൻ്റെ 4 ഉണ്ടകളും പരത്തി എടുത്തിട്ടുണ്ട് കേട്ടോ. ഇനി നമുക്കിതിലേക്ക് ചെയ്യേണ്ടത്, നമ്മൾ പരത്തിയ പലകയിലേക്ക് തന്നെ നമ്മൾ ആദ്യം കുറച്ച് പൊടി വിതറി കൊടുക്കുക. എന്നിട്ട് നമ്മൾ ഇതിലേക്ക് നമ്മൾ പരത്തി വെച്ച ഒരു ഷീറ്റ് ഇട്ട് കൊടുക്കുക. എന്നിട്ട് അതിന് മണ്ടയ്ക്ക് വീണ്ടും കുറച്ച് പൊടിയും അതിനോടൊപ്പം തന്നെ ഒന്നെങ്കിൽ കുറച്ച് ഓയിൽ അല്ലെങ്കിൽ ബട്ടർ അല്ലെങ്കിൽ നെയ്യ്, ഞാൻ നെയ്യാണ് കേട്ടോ യൂസ് ചെയ്തേക്കുന്നത്, അങ്ങനെ പരത്തി കൊടുക്കുക. അപ്പോൾ ഈ സെയിം പ്രൊസീജിയർ തന്നെ റിപ്പീറ്റ് ചെയ്യുക കേട്ടോ. നമ്മുടെ 4 ബൗൾസും പരത്തി വെച്ചിരിക്കുന്നത് നമ്മൾ ആദ്യം പൊടി ഇട്ട് കൊടുക്കുക, പിന്നെ നെയ്യ് ഇട്ട് കൊടുക്കുക, അതിൻ്റെ മണ്ടയ്ക്ക് നമ്മൾ പരത്തി വെച്ചിരിക്കുന്നത് ഇട്ട് കൊടുക്കുക. അങ്ങനെ നമ്മൾ ഫുള്ളായിട്ട് കംപ്ലീറ്റ് ചെയ്യുക. എന്നിട്ട് നമ്മൾ ഇതിൻ്റെ ഏറ്റവും മുകളിൽ വീണ്ടും ഇത് തന്നെ റിപ്പീറ്റ് ചെയ്തിട്ട് നമുക്കിത് ചെറിയ രീതിയിൽ
ഒത്തിരി അമർത്തിയല്ലാതെ നമുക്ക് പതുക്കെ ഇതൊന്ന് കുറച്ച് പൊടികളൊക്കെ അവിടെ ഇവിടെയൊക്കെ ഇട്ട് കൊടുത്തിട്ട് ഒട്ടിപ്പിടിക്കാതെ ഇട്ട് കൊടുത്ത് നമുക്ക് ഇതൊരു സ്ക്വയർ രൂപത്തിൽ, ഏകദേശം ഒരു സ്ക്വയർ രൂപത്തിൽ നമുക്ക് പരത്തിയെടുക്കാം കേട്ടോ. അപ്പം നമ്മൾ അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ തിരിച്ച് മറിച്ച് ഇടുന്നതിൽ നല്ലത് എനിക്ക് തോന്നുന്നു ഇങ്ങനെ തിരിച്ച്, അതായത് നമ്മൾ സൈഡ് കറക്കി കൊടുത്തിട്ട് ചെയ്യുന്നതാണ് കുറച്ചും കൂടെ ബെറ്റർ എന്ന് എനിക്ക് തോന്നുന്നു കേട്ടോ. അപ്പോൾ മാക്സിമം നമ്മൾ ഇപ്പോൾ പലകയൊക്കെ ആണെങ്കിലും അങ്ങോട്ടും ഇങ്ങോട്ടും ഇതും ജസ്റ്റ് ചരിച്ച് കൊടുത്തിട്ടാണെങ്കിലും അങ്ങനെ ചെയ്താൽ മതി. നമ്മൾ ചപ്പാത്തി എടുക്കുന്ന പോലെ അങ്ങോട്ടും ഇങ്ങോട്ടും തിരിച്ചിട്ട് കൊടുക്കുമ്പോഴത്തേക്കിനും നമുക്ക് ചിലപ്പോൾ ആ ഒരു ലെയർ കറക്റ്റായിട്ട് കിട്ടണമെന്നില്ല. എന്നിട്ട് നമ്മുടെ സൈഡൊക്കെ ഒന്ന് കട്ട് ചെയ്ത് കളഞ്ഞിട്ട് ഒരു സ്ക്വയർ രൂപത്തിൽ നമ്മൾ മാക്സിമം നമുക്ക് പരത്താവുന്ന രീതിയിൽ പരത്തിയിട്ട് ഒരു സ്ക്വയർ രൂപത്തിൽ നമുക്ക് എത്ര ഷീറ്റായിട്ടാണോ വേണ്ടത് അത്രയും ഷീറ്റ്. അപ്പോൾ ഞാനിവിടെ 2 മുട്ടയാണ് എടുത്തത്. അപ്പോൾ 2ആയിട്ട് കട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും നമുക്ക് എത്ര കിട്ടും? 4 എണ്ണമല്ലേ വെച്ചുള്ളൂ. അപ്പോൾ ആ ഒരു 4 ഷീറ്റായിട്ടുള്ളത് ഞാൻ എടുത്തിരിക്കുന്നത് കേട്ടോ. എന്നിട്ട് നമ്മുടെ മസാല വെച്ച് കൊടുത്തിട്ട് നമ്മൾ കട്ട് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മുടെ മുട്ടയും കൂടെ കൊടുത്ത് ഇതാ കണ്ടില്ലേ, ഭയങ്കര സിമ്പിളായിട്ട് നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും കേട്ടോ. അപ്പോൾ അങ്ങനെ ഓരോന്നും നമുക്ക് ഫില്ല് ചെയ്ത് കൊടുക്കാം കേട്ടോ. മസാല വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് എഗ്ഗ് വെക്കാം. ചിലർക്ക് എഗ്ഗ് വെച്ചിട്ട് അതിൻ്റെ മണ്ടയ്ക്ക് വേണമെങ്കിൽ മസാല വെക്കണമെങ്കിൽ വെക്കാം. അപ്പോൾ ഞാനിവിടെ അങ്ങനെ ചെയ്യുന്നില്ല. മസാല വെച്ചിട്ട് എഗ്ഗ് വെച്ചിട്ട് ഞാനിത് കവർ ചെയ്യുകയാണ് കേട്ടോ. അങ്ങോട്ടും ഇങ്ങോട്ടും ജസ്റ്റ് ഒന്ന് പ്രസ് ചെയ്ത് കൊടുത്താൽ മതി. അപ്പം തന്നെ അത് നല്ല സെറ്റായി കിട്ടും കേട്ടോ. അങ്ങനെ ഞാൻ 4ഉം നമ്മളിവിടെ ഫില്ല് ചെയ്ത് വെച്ചിട്ടുണ്ട് കേട്ടോ. ഇനി അപ്പോൾ പാൻ വെച്ചിട്ട് ഓയിൽ ഒഴിച്ച് നല്ലതായിട്ട് ചൂടായി കഴിയുമ്പോഴത്തേക്കും നമുക്ക് സെറ്റ് ചെയ്ത് വെച്ചിരിക്കുന്ന നമ്മൾ പപ്സിൻ്റേത് ഓരോ പീസായിട്ട് ഇട്ട് കൊടുക്കാം കേട്ടോ. അപ്പം ഒരു മീഡിയം ഫ്ലെയിമിൽ വേണം നമുക്കിത് വെക്കാൻ. മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം വെക്കാൻ, അല്ലെങ്കിൽ പെട്ടെന്ന് കരിഞ്ഞു പോകും. പക്ഷെ നമ്മുടെ മാവ് വേവത്തില്ല കേട്ടോ. പക്ഷേ മസാലയും എഗ്ഗും നമ്മൾ ഓൾറെഡി വേവിച്ചതായതുകൊണ്ട് കുഴപ്പമില്ല. പക്ഷേ നമുക്ക് മാവും കൂടെ വെന്ത് കിട്ടണമല്ലോ. അപ്പോൾ അതുകൊണ്ട് ഒരു മീഡിയം ടു ലോ ഫ്ലെയിമിൽ വേണം നമ്മൾ വെച്ച് കൊടുക്കാനായിട്ട്. അപ്പോൾ ഒരു കുറച്ച് നേരം ഒന്ന് അടച്ചൊക്കെ വെക്കുമ്പോഴത്തേക്കിനും നല്ല സെറ്റായിട്ട് കിട്ടും കേട്ടോ. അപ്പം നമ്മളിത് വെച്ച് ജസ്റ്റ് ഒന്ന് ചൂടായി കിട്ടിയതിന് ശേഷം നമുക്കിതിൻ്റെ മുകളിലേക്ക് ഒന്നെങ്കിൽ എഗ്ഗ് വൈറ്റ് അല്ലെങ്കിൽ ഓയിൽ എന്തെങ്കിലും ഒന്ന് സ്പ്രെഡ് ചെയ്ത് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു മിനുസം നമുക്ക് പപ്സൊക്കെ കാണുമ്പോൾ ഒരു തിളക്കം പോലത്തെ സംഭവം ഉണ്ടല്ലോ, അത് കിട്ടാൻ വേണ്ടി ഹെൽപ്പ് ചെയ്യും കേട്ടോ. അപ്പോൾ ഞാനിവിടെ എഗ്ഗ് വൈറ്റ് ആണ് എടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് ഓയിലോ അല്ലെങ്കിൽ എഗ്ഗ് വൈറ്റ് ആയാലും കുഴപ്പമൊന്നുമില്ല, അല്ലെങ്കിൽ ബട്ടറോ അങ്ങനെ എന്തെങ്കിലും ഒന്ന് തേച്ച് കൊടുക്കുകയാണെങ്കിൽ ആ ഒരു ഇത് കിട്ടും കേട്ടോ. അപ്പോൾ ഇത് ഇട്ട് കൊടുത്ത് അപ്പം തന്നെ ചെയ്യേണ്ട, ഒരു 5 മിനിറ്റൊക്കെ ഒന്ന് ഇരുന്നതിന് ശേഷം അങ്ങനെ ചെയ്ത് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ ഇത് മൂടി വെക്കാം. മൂടി വെച്ച് വേവിച്ച് നമുക്ക് അപ്പുറം ഇപ്പുറം തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്ത് നല്ലപോലെ വേവിച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഒരു 5 മിനിറ്റ് കഴിഞ്ഞതിന് ശേഷം ഞാൻ തുറന്നു നോക്കിയപ്പോൾ ഒരു സൈഡ് അത്യാവശ്യം കുഴപ്പമില്ലാത്ത രീതിയിലൊന്ന് മൂത്ത് ഇട്ടിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഇനി നമുക്ക് തിരിച്ച് എല്ലാം ഒന്ന് ഇട്ട് കൊടുത്തിട്ട് വീണ്ടും അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ 2-3 പ്രാവശ്യമായിട്ടൊന്ന് തിരിച്ച് മറിച്ച് ഇട്ട് കൊടുത്താൽ മതി കേട്ടോ. അപ്പോൾ വെന്ത് കഴിഞ്ഞിട്ട് പിന്നെ നമ്മൾ ഒത്തിരി തീ കൂട്ടി ഇട്ട് പെട്ടെന്ന് കറുത്ത് പോകും. അപ്പോൾ ജസ്റ്റ് ഒന്ന് നോക്കി നിൽക്കാം നമുക്ക്. എന്നിട്ട് വേണം നമുക്ക് തിരിച്ച് മറിച്ചൊക്കെ ഇട്ട് കൊടുത്തിട്ട് നമുക്ക് വേണേൽ സൈഡൊക്കെ ഒന്ന് മൂപ്പിച്ചെടുക്കുന്നുണ്ടെങ്കിൽ നല്ലതായിരിക്കും. അല്ലെങ്കിൽ ഫ്രണ്ടും ബാക്കും നല്ലപോലെ മുരിഞ്ഞിരിക്കും, സൈഡ് വെളുത്തിരിക്കും കേട്ടോ. അപ്പോൾ അത് നമുക്കൊന്ന് അഡ്ജസ്റ്റ് ചെയ്ത് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചൊക്കെ ഒന്ന് വെച്ച് കൊടുക്കുമ്പോഴത്തേന് ആ സൈഡും ഒക്കെ നമുക്ക് നല്ലപോലെ മൂത്ത് കിട്ടും കേട്ടോ. ഇത് 2 സൈഡ് നല്ലപോലെ മൂത്തിട്ടുണ്ട്. പിന്നെ ഞാൻ പറഞ്ഞ പോലെ ഈ സൈഡൊക്കെ കണ്ടില്ലേ വെളുത്തിരിക്കുന്നത്, അപ്പോൾ അതൊക്കെ ഒന്ന് മൂപ്പിക്കണമെങ്കിൽ നമുക്ക് ഇങ്ങോട്ടൊന്ന് ചരിച്ച് വെച്ചിട്ട് എണ്ണയിലോട്ടൊന്ന് അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ ഒന്ന് തിരിച്ച് മറിച്ചിട്ട് കൊടുക്കുകയാണെങ്കിൽ ആ സൈഡും ഒക്കെ നല്ല രീതിയിൽ തന്നെ മൂത്ത് നമുക്ക് എടുക്കാൻ പറ്റും കേട്ടോ. അപ്പോൾ പപ്സ് നമുക്ക് ഓൾറെഡി ഇവിടെ റെഡിയായി. ഇനി നമുക്ക് പ്ലേറ്റിലേക്ക് മാറ്റാം. എണ്ണയൊന്ന് പോകാൻ വേണ്ടി ഞാൻ ടിഷ്യൂ പേപ്പറിനകത്ത് വെച്ചിരിക്കുകയാണ് കേട്ടോ. അപ്പോൾ നല്ല സൂപ്പറായിട്ട് നമുക്ക് നമ്മുടെ പപ്സ് കിട്ടിയിട്ടുണ്ട്. നല്ല ഉള്ളും നല്ല സോഫ്റ്റ്, നല്ല അടിപൊളിയായിട്ട് വെന്തും കിട്ടിയിട്ടുണ്ട് കേട്ടോ. അപ്പോൾ ഓവനൊന്നും ഇല്ലാതെ നമുക്ക് വളരെ എളുപ്പത്തിൽ തന്നെ പപ്സ് ഉണ്ടാക്കി കഴിക്കാനായിട്ട് പറ്റും. അപ്പോൾ വീഡിയോ ഇത്രയേ ഉള്ളൂ. വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും കമൻറ്റ് ചെയ്യാനും മറക്കരുത്. അപ്പോൾ ബൈ.